ശമൂവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് തന്നെ വായിക്കാം. വരിക. അതിന്റെ ശേഷം അമോന്യരുടെ രാജാവ് മരിച്ചു. അവന്റെ മകനായ ഹാനൂൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ് ഹാനൂന്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവന്റെ മകനും ഞാൻ ദയ ചെയ്യും എന്ന് പറഞ്ഞ് അവന്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറയുവാൻ തന്റെ ഭൃത്യന്മാരെ അയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ അമോന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ അമോന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനനായ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചതെന്ന് തോന്നുന്നുവോ? ഈ പട്ടണത്തെ ശോധന ചെയ്ത് ഒറ്റുനോക്കുവാനും അതിനെ നശിപ്പിച്ചു കളയുവാനും അല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരച്ചു, അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ചു അവരെ അയച്ചു. ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ച് നിങ്ങളുടെ താടി വളരും വരെ യെരിഹോവിൽ താമസിപ്പീൻ, പിന്നെ മടങ്ങിവരാം എന്ന് പറയിച്ചു. ശ്രദ്ധിക്കുക, ഏത് രാജാവാണ്? അമോന്യരുടെ രാജാവ് മരിച്ചുപോയി. അവൻ മരിച്ചതിന് ശേഷം ദാവീദ് എന്താണ് വിചാരിച്ചത്? അമോന്യ രാജാവിന്റെ നല്ല സ്നേഹിതനായിരുന്നല്ലോ, താൻ ജീവിച്ചിരുന്നപ്പോൾ എന്നെ സഹായിച്ചവനാണ്. ഇപ്പോൾ അയാൾ മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ അവന്റെ മകനെ സഹായിക്കണം. ഉപകാരത്തിനു പകരം ഉപദ്രവം ചെയ്യുന്ന ആളുകൾ ഇന്ന് ഒരുപാട് പേരുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഉപകാരത്തിന് പകരം ഉപദ്രവിക്കുന്നവർ, സഹായം ചെയ്താൽ സഹായം ചെയ്ത വ്യക്തിക്കെതിരെ തിരിയുന്നവർ, അവനെ നിന്ദിക്കുന്നവർ, അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. ദാവീദ് ഉപകാരിക്ക് ഉപകാരിയായിരുന്നു. ഉപകാരം ചെയ്ത ആരെയും താൻ മറന്നുപോകുകയില്ലായിരുന്നു. സഹോദരാ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഉപകാരം ചെയ്യുന്ന ആളുകൾ എവിടെങ്കിലുമൊക്കെ കണ്ടേക്കാം. വീണ്ടും ഞാൻ പറയട്ടെ, ഇന്ന് നാം ആരായിരിക്കുന്നുവോ അത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതൊന്നുമല്ല. ഇന്ന് നാം ഏത് സ്ഥാനത്തായിരിക്കുന്നുവോ, ഏത് പദവിയിലായിരിക്കുന്നുവോ, ഈ പദവിയിലേക്ക് സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം പലരിൽ കൂടിയും വാക്കുകൊണ്ടുള്ള സഹായം ചെയ്യിച്ചിട്ടുണ്ട്. പലരും തങ്ങളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, കൈത്താങ്ങൾ തന്നിട്ടുണ്ട്, തോളിൽ തട്ടിയിട്ടുണ്ട്, ചെയ്യാവുന്ന സഹായം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അനേകം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ, ഈ ജീവിതയാത്രയിൽ, ഇപ്പോൾ നിങ്ങളുടെ വയസ്സെത്രയാണ്? 20 ആണോ, 30 ആണോ, 40 ആണോ, 60 ആണോ, 70 ആണോ? ഈ കാലയളവിനുള്ളിൽ നിന്നെ ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ഒരുപാട് പേരെ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം ഉപയോഗിച്ചതായ ആളുകളുടെ സഹായ നിമിത്തമാണ് ഇന്ന് നമ്മൾ ഈ സ്ഥാനത്തായിരിക്കുന്നത്. മറന്നുപോകരുത്, ആരെല്ലാമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തത്, നന്മ ചെയ്തത്, അവരെ മറക്കരുത്. ദാവീദ് മറക്കുകയില്ലായിരുന്നു. ഉപകാരം ചെയ്യുന്നതായ വ്യക്തിയെ മറക്കില്ലായിരുന്നു. നന്ദി കരേറ്റുക എന്നത് ദൈവത്തിൻ്റെ ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആകണം. ആവശ്യം കഴിഞ്ഞതിൻ്റെ ശേഷം മാറിപ്പോകുന്ന വ്യക്തിയായി ഒരിക്കലും നിൽക്കരുത്. ആവശ്യം കഴിഞ്ഞു, ഇനിയും അവനെ എന്തിനാണ്? ആവശ്യം കഴിഞ്ഞു, ഇനി അവളോട് എന്തിനു സംസാരിക്കണം? ആവശ്യം കഴിഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? നീയൊരു അവസരവാദിയാണ്. ആവശ്യത്തിനു വേണ്ടി സ്നേഹത്തോടെ സംസാരിക്കുന്നു, ആവശ്യത്തിനു വേണ്ടി മനോഹരമായിട്ട് സംസാരിക്കുന്നു. എന്നാൽ ആവശ്യം നേടിയതിൻ്റെ ശേഷമോ ആ വ്യക്തിയെ ഉപേക്ഷിക്കുന്നു. നീ അങ്ങനെയുള്ളവനാണെങ്കിൽ നീ നല്ല വ്യക്തിയല്ല. നീ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് നല്ല സ്നേഹിതരെ കിട്ടില്ല, സഹായിക്കുന്നവരെ കിട്ടുകയില്ല. നല്ല സ്നേഹിതരെ കിട്ടുന്നില്ല എങ്കിൽ നിന്റെ മക്കൾക്ക് നീയൊരു സഹായികളെ അവശേഷിപ്പിക്കുന്നില്ല, വാത്സല്യം പങ്കുവയ്ക്കുന്നവരെ അവശേഷിപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കഷ്ടത വന്നാൽ ഓടിവന്ന് സഹായിക്കുന്ന ആളുകളെ നീ അവശേഷിപ്പിക്കുന്നില്ല. ദാവീദ് അത്ഭുതവനായ ആത്മീയനായിരുന്നു. എന്താണ് കാണുന്നത്? 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എന്താണ് കാണുന്നത്? യോനാഥാന്റെ നിമിത്തം ഉപകാരം ചെയ്യേണ്ടതിന്. 10-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ഹാനൂന്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവന്റെ മകനും ഞാൻ ദയ ചെയ്യും. ദാവീദ് എന്താണ് പറയുന്നത്? അവൻ ചെയ്ത ഉപകാരത്തിന് പകരം ഞാനും ഉപകാരം ചെയ്യും. 9-ാം അധ്യായത്തിൽ ഉപകാരത്തെക്കുറിച്ച്, നല്ല സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുന്നു. 10-ാമത്തെ അധ്യായത്തിലും ഉപകാരത്തെക്കുറിച്ചും നല്ല സ്നേഹത്തെക്കുറിച്ചുമാണ് പറയുന്നത്. നമുക്കെന്തുകൊണ്ടോ നല്ല സ്നേഹബന്ധങ്ങൾ ലഭിക്കുന്നില്ല. അപ്പൻ പറയുകയാണ്, മോനെ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ,
കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ? എനിക്ക് വിളിക്കണമെന്ന് ഉണ്ട് ഡാഡി. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് എക്സാം അല്ലേ എനിക്ക്. അതുകൊണ്ട് ഒരുപാട് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഇതാ ഡാഡി, എൻ്റെ കയ്യിൽ ലിസ്റ്റുണ്ട്. എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് 100 പേരുടെ ആ ലിസ്റ്റ് വാങ്ങി. എന്നാൽ ബർത്ത്ഡേ ആയപ്പോൾ കഷ്ടിച്ച് 4 പേരാണ് വന്നത്. വേറെ ആരും തന്നെ വന്നിട്ടില്ല. അപ്പാ, എന്താ അപ്പാ ഇങ്ങനെ ചെയ്തത്? എന്താണടാ, എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിക്കാൻ പറഞ്ഞപ്പോൾ എന്തിനാണ് 4 പേരെ മാത്രം വിളിച്ചത്? എന്താണപ്പാ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ അപ്പൻ പറയുകയാണ്, എല്ലാവരെയും ഞാൻ വിളിച്ചിരുന്നടാ. എന്താണ് ഡാഡി? ഞാൻ എല്ലാവരെയും വിളിച്ചിരുന്നു. പിന്നെന്താണ് ഡാഡി 4 പേർ വന്നത്? എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. പപ്പാ, ഞാൻ വിളിച്ചിരുന്നുവെങ്കിൽ 100 പേരും വന്നിരുന്നേനേ. അപ്പൻ എങ്ങനെയാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാൽ 4 പേരല്ലേ വന്നുള്ളൂ. ഒന്നുമില്ലട മോനെ. ഞാനിങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ മകൻ വളരെ കഷ്ടത്തിലായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കടന്നു വന്നുകൊണ്ട് അവനെയൊന്ന് സഹായിക്കണം, അവനെ ആശ്വസിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ വാക്കുകൾ കേട്ട ഉടനെ തന്നെ 96 പേരും ഫോൺ വയ്ക്കാനിടയായി. 4 പേർ മാത്രമാണ് ഉടനെ വന്നേക്കാം എന്ന് പറഞ്ഞ് വന്നത്. എടാ, നീ കഷ്ടതയിലായിരിക്കുമ്പോൾ നിന്റെ അരികിലേക്ക് ഓടി വരുന്നവരാണ് നിന്റെ യഥാർത്ഥ സ്നേഹിതർ. നിനക്ക് നല്ല കാലമായിരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വരും. അവരെല്ലാം നിന്റെ യഥാർത്ഥ സ്നേഹിതർ. ഈ 4 പേരാണ് യഥാർത്ഥ സ്നേഹിതർ. ബാക്കിയുള്ള ആളുകളെല്ലാം ഡമ്മികളാണടാ. ആരാണ്? ഡമ്മികളാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നിനക്കുണ്ടായിരിക്കുന്ന സ്നേഹിതരിൽ അനേകം ആളുകളും ഡമ്മി സ്നേഹിതരാണ്. നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് പറഞ്ഞ്, നിന്റെ കയ്യിൽ ATM കാർഡുകളുണ്ടെന്ന് പറഞ്ഞ്, നീ പാർട്ടി ചെയ്യുമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കടന്നു വരുന്നു. എന്നാൽ നിന്റെ പേഴ്സ് ശൂന്യമാകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ നിനക്ക് സകലതും നഷ്ടമാകുന്ന സമയത്ത് ഒരുവൻ പോലും നിന്റെ കൂടെ വരില്ല. ആരും നിന്നെ സഹായിക്കാൻ വരില്ല. ചോദിക്കട്ടെ, ഇന്ന് നിന്റെ കൂട്ടുകാർ നിന്റെ പേഴ്സ് കണ്ടുകൊണ്ടാണോ വരുന്നത്? നിന്റെ പ്രോപ്പർട്ടി കണ്ടുകൊണ്ടാണോ വരുന്നത്? നിന്റെ വ്യക്തിത്വം കണ്ടുകൊണ്ടാണോ? അതോ നിന്റെ നല്ല സ്വഭാവം കണ്ടുകൊണ്ടാണോ വരുന്നത്? ഒരു നിമിഷം ചിന്തിക്കൂ. ആ പിതാവ് പറഞ്ഞു, സാരമില്ലടാ, ഈ 4 പേർ ജീവിതാവസാനം വരെ നിന്നോടൊപ്പം നിൽക്കും. അതുകൊണ്ട് ഇവരെ നീ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്. അന്ന് ദാവീദ് മരിച്ചുപോയതായ തന്റെ സ്നേഹിതനെ ഓർത്തുകൊണ്ട് ചെയ്യുന്നതായ സഹായം, ഉപകാരം കണ്ടില്ലേ? അത് അത്ഭുതകരമാണ്. എന്നാൽ ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാലത്ത് മാതാപിതാക്കൾ ജീവനോടെ ഇരിക്കുമ്പോൾ മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരും വളരെ സ്നേഹത്തോടെയായിരിക്കുന്നു, ഐക്യതയോടെയായിരിക്കുന്നു. മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ വിളിച്ചാൽ ഓടി വരുന്നു. എന്നാൽ നിങ്ങൾ ഓർക്കുക, അമ്മയുടെ മരണശേഷം അല്ലെങ്കിൽ അപ്പൻ മരിച്ചതിൻ്റെ ശേഷം അതേ ഒരു സ്നേഹവും അതുപോലെയുള്ള ഐക്യതയും എത്ര പേർക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്? പിതാവ് മരിച്ചതിൻ്റെ ശേഷം ഞാൻ കണ്ടതായ കാര്യമാണ്, കേട്ടതായ കാര്യമാണ്. മാതാപിതാക്കൾ മരിച്ചതിൻ്റെ ശേഷം അപ്പൻ്റെ മരണശേഷം ശവം അവിടെ തന്നെ വെച്ചിട്ട്, ഈ വീട് എൻ്റേതാണ്, അല്ല എൻ്റേതാണ്, അല്ല എൻ്റേതാണ്, അല്ല ആ സിംഗിൾ ബെഡ്റൂം ഹൗസ് അത് എൻ്റേതാണ്, ആ ഡബിൾ ബെഡ്റൂം അത് എനിക്കുള്ളതാണ്, ആ സ്ഥലം എൻ്റേതാണ്. ഇപ്പോഴും അപ്പൻ്റെ ശവം മറവ് ചെയ്തിട്ടില്ല. മക്കൾ തലമുടിക്ക് പിടിച്ച് അടിയുണ്ടാക്കുകയാണ്. അപ്പൻ ജീവനോടെ ഇരിക്കുമ്പോൾ അനുജ എന്ന് വിളിക്കും. അപ്പൻ ജീവനോടെ ആയിരിക്കുമ്പോൾ ചേട്ടാ എന്ന് വിളിക്കും. എന്നാൽ അപ്പൻ്റെ മരണശേഷം മക്കൾ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു, ബന്ധങ്ങൾ അകന്നുപോകുന്നു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? മാതാപിതാക്കൾ ജീവനോടെ ഇരിക്കുമ്പോൾ നീ വളരെ സ്നേഹത്തോടെ നിന്റെ അനുജനോട്, അനുജത്തിയോടൊക്കെ സംസാരിക്കുമായിരിക്കും, അനുജനോട് സംസാരിക്കും. എന്നാൽ അമ്മ മരിച്ചതിന് ശേഷം, അപ്പം മരിച്ചതിന് ശേഷം എന്തുകൊണ്ട് സ്നേഹം കുറഞ്ഞു പോകുന്നു? എന്തുകൊണ്ട് ബന്ധങ്ങൾ അകന്നുപോകുന്നു? നീ എന്തിനാണ് ആദ്യം സ്നേഹത്തോടെ സംസാരിച്ചെന്നറിയാമോ? വസ്തുവിനു വേണ്ടി സംസാരിച്ചു, സ്വത്തിനു വേണ്ടി സംസാരിച്ചു. എന്നാൽ അപ്പൻ എല്ലാം പങ്കുവച്ചതിന് ശേഷം, നിനക്ക് വേണ്ടത് നിനക്ക് ലഭിച്ചതിന് ശേഷം നിന്റെ സ്നേഹവും ബന്ധവുമൊക്കെ അകന്നുപോയിരിക്കുന്നു. ഇത് നല്ല മനസ്സല്ല, ഇത് നല്ല സ്നേഹമല്ല, ഇത് യഥാർത്ഥമായ സഹോദര ബന്ധമോ സ്നേഹമോ അല്ല. ഒരുപക്ഷെ നമ്മുടെ മധ്യയിൽ ആരെങ്കിലും പുറമേ സ്നേഹത്തോടെ സംസാരിക്കുന്നുവെങ്കിലും, സഹോദരങ്ങളോട് സ്നേഹത്തോടെ ഇടപെടുന്നുവെങ്കിലും, അവരുടെ ഉള്ളിൽ വസ്തുവിഷയത്തെ സംബന്ധിച്ചുകൊണ്ട്, സ്വത്തിനെ സംബന്ധിച്ചുകൊണ്ട് നീരസത്തോടെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കുക, വസ്തുവകകളേക്കാൾ സ്നേഹവും ബന്ധങ്ങളുമാണ് വളരെ വിലയേറിയത്. ദാവീദ് ആർക്ക് ഉപകാരം ചെയ്യുന്നുവെന്നറിയാമോ? ആർക്ക് നന്മ ചെയ്യുന്നുവെന്ന് അറിയാമോ? മരിച്ചുപോയ തന്റെ സ്നേഹിതരുടെ മക്കൾക്ക്, അമ്മോന്യരുടെ രാജാവിന് ഉപകാരം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ അയാൾ എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഈ 10-ാം അധ്യായത്തിൽ അമ്മോന്യ രാജാവ് എപ്പോഴാണ് ദാവീദിന് ഉപകാരം ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ കഴിയില്ല. എന്നാൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ചുകൊണ്ട് ശൗല് പലപ്പോഴും ദാവീദിനെ കൊല്ലുവാനായി ഓടിച്ചതായ സമയങ്ങളിൽ, തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായ സന്ദർഭങ്ങളിൽ
ദാവീദ് തന്റെ പ്രാണനും വാരിപ്പിടിച്ചുകൊണ്ട് ഇസ്രായേൽ രാജ്യം വിട്ടിട്ട് പല സ്ഥലങ്ങളിലും പോയിരുന്നു. അങ്ങനെ പല ഇടങ്ങളിലും അലയേണ്ടി വന്നപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് അമ്മോന്യ രാജാവ് ദാവീദിനെ സഹായിച്ചു എന്നാണ്. ദാവീദ് രാജാവായതിനു ശേഷം, താൻ ഉയർത്തപ്പെട്ടതിനു ശേഷം, താൻ അനുഗ്രഹിക്കപ്പെട്ടതിനു ശേഷം ആരെല്ലാമാണോ തന്നെ സഹായിച്ചത് അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് അവർക്ക് പ്രത്യുപകാരം ചെയ്യാനായി പരിശ്രമിക്കുന്നത് കാണാൻ കഴിയും. പ്രിയ സഹോദര സഹോദരി, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ സ്നേഹബന്ധങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം. 9-ാം അധ്യായത്തിൽ അതാണ് കാണുന്നത്. 10-ാം അധ്യായത്തിലും അതാണ് കാണുന്നത്. മറ്റൊരു വിഷയം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാനായി ശ്രമിക്കാം. വരിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശലോമോന്റെ അവന്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തുവെന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. ഹീരാം എല്ലായ്പ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. ഹീരാം ദാവീദിന്റെ നല്ല സ്നേഹിതൻ ആയിരുന്നു. ശലോമോൻ ഹീരാമിന്റെ അടുക്കൽ അയച്ച് പറയിച്ചതെന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയുവാൻ അവന് കഴിഞ്ഞില്ല എന്നു നീ അറിയുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ആലയം പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 10-ാം വാക്യം. അങ്ങനെ ഹീരാം ശലോമോന് ദേവദാരും സർണ്ണമരും അവന്റെ ഇഷ്ടം പോലെ, എന്താണ് ഇഷ്ടം പോലെ ഒക്കെയും കൊടുത്തു പോന്നു എന്ന് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 7-ാം വാക്യം. ഹീരാം ശലോമോന്റെ വാക്കുകേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ളൊരു മകനെ കൊടുത്ത യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് അവൻ പറഞ്ഞു. യഹോവയുടെ നാമത്തെ അവൻ വാഴ്ത്തുന്നു എന്ന് കാണുകയാണ്. ദാവീദ് മരിച്ചുപോയി. എന്നാൽ ദാവീദിന്റെ സ്നേഹിതനായിരുന്ന ഹീരാം ദാവീദിന്റെ മകന് തുണയായി നിൽക്കുകയാണ്. യോനാഥാൻ മരിച്ചുപോയപ്പോൾ ദാവീദ് അവന്റെ മകന് തുണയായി നിൽക്കുകയാണ്. അമ്മോന്യ രാജാവ് മരിച്ചുപോയപ്പോൾ ദാവീദ് അമ്മോന്യ രാജാവിന്റെ മകനെ സഹായിക്കാൻ ആഗ്രഹിച്ചു. ദാവീദ് മരിച്ചുപോയപ്പോൾ ദാവീദിന്റെ ഹീരാമെന്ന സ്നേഹിതൻ ശലോമോനെ സഹായിക്കുകയാണ്. നിന്റെ അപ്പനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ നല്ല സ്നേഹിതരായിരുന്നു. നിന്റെ അപ്പന്റെ ആഗ്രഹം നിറവേറ്റാനായി നീ മനോഹരമായ ആലയം പണിയുമെന്ന് പറയുന്നുവല്ലോ. ഈ വിഷയത്തിൽ ദൈവം വളരെ സന്തോഷിക്കാനിടയാകും. നിനക്ക് എന്തു വേണമെന്ന് പറയുക. നിന്റെ അപ്പൻ എൻ്റെ സ്നേഹിതനാകൊണ്ട് എൻ്റെ സ്നേഹിതൻ്റെ മകനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് കടഭാരങ്ങൾ വെച്ചിട്ട് പോകരുത്. മക്കൾക്ക് സഹായികളെ വെച്ചിട്ട് പോവുക. നല്ല സ്നേഹിതരെ ബാക്കി വെച്ച് പോവുക. എന്തുകൊണ്ടെന്നാൽ നല്ല സ്നേഹിതന്മാർ നമ്മുടെ സമ്പത്തെന്തെന്ന് നോക്കില്ല, നമ്മുടെ പേരും പ്രശസ്തിയും നോക്കുകയില്ല, നമ്മുടെ കഴിവോ സൗന്ദര്യമോ ഒന്നുമല്ല അവർ നോക്കുന്നത്. അവർക്കറിയാവുന്നത് സ്നേഹം പങ്കുവയ്ക്കാൻ മാത്രമാണ്, സഹായം ചെയ്യുക മാത്രമാണ്. കേൾക്കുക, ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, മകന്റെ വിവാഹമാകട്ടെ മകളുടെ വിവാഹമാകട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് വളരെ മനോഹരമായ സ്റ്റേജ് ഉണ്ടാക്കാൻ കഴിയും. വലിയ രീതിയിലുള്ള ഡെക്കറേഷനുകൾ ചെയ്യുവാനായിട്ട് കഴിയും. വളരെ പണം ചെലവഴിച്ച് വളരെ ആഡംബരമായ രീതിയിൽ നല്ല നല്ല ഡെക്കറേഷനുകൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ആ സ്റ്റേജിൽ ചെയ്യാനായിട്ട് കഴിയും. റിസപ്ഷനൊക്കെ ചെയ്യുവാൻ കഴിയും. എന്നാൽ എല്ലാം ചെയ്തതിൻ്റെ ശേഷം സ്നേഹം പങ്കുവയ്ക്കുന്ന ആളുകൾ, സന്തോഷം പങ്കുവയ്ക്കുന്ന ആളുകൾ, കരുതൽ പങ്കുവയ്ക്കുന്ന ആളുകൾ വന്നില്ലെന്ന് വിചാരിക്കുക. ഈ സ്റ്റേജ് നിന്നെ സന്തോഷിപ്പിക്കുമോ? അലങ്കരിച്ച പുഷ്പങ്ങൾ നിനക്ക് സന്തോഷത്തെ നൽകുമോ? അവിടെ വെച്ചിരിക്കുന്ന ലൈറ്റുകളൊക്കെ നിനക്ക് സന്തോഷത്തെ നൽകുമോ? ഒരു നിമിഷം ചിന്തിക്കുക. ലക്ഷങ്ങൾ, കോടികൾ ചെലവഴിച്ച് വിവാഹങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. ആഡംബരമായ കാര്യങ്ങളെക്കാൾ, അവർ ചെലവഴിച്ച കോടിക്കണക്കിന് രൂപയേക്കാൾ അവരെ സ്നേഹിക്കുന്ന, അവരോട് സഹകരിക്കുന്നതായ സ്നേഹിതർ നൽകുന്ന സന്തോഷമാണ് വളരെ വിലയേറിയത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് സഹായിക്കുന്ന സ്നേഹിതരെ അകറ്റരുത്, സ്നേഹിക്കുന്നവരെ മാറ്റി നിർത്തരുത്. ജീവിക്കുന്ന കുറച്ചുനാൾ സന്തോഷത്തോടെ ജീവിക്കുക. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം പങ്കുവയ്ക്കുക. മറ്റുള്ളവരുടെ നടുവിൽ നല്ല സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കുക.
വീണ്ടും പറയട്ടെ, നിന്റെ സമ്പത്ത് കണ്ടുകൊണ്ടോ, നിന്റെ അധികാരത്തെ കണ്ടുകൊണ്ടോ, നിന്റെ സ്വത്തുക്കൾ കണ്ടുകൊണ്ടോ, നിന്റെ ചുറ്റും നടക്കുന്ന ആളുകൾ അതെല്ലാം ഇല്ലാതാകുമ്പോൾ നിന്നെ വിട്ടിട്ട് പോകും. എന്നാൽ ദാവീദ് അവൻ കഷ്ടതയിലായിരുന്ന സമയത്ത് തന്നോടുകൂടി ഉണ്ടായിരുന്ന സ്നേഹിതന്മാർക്കെല്ലാം തനിക്ക് നന്മയുണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദാവീദ് ചെയ്തതായ ഉപകാരത്തിന് പകരം ഉപദ്രവം ഉണ്ടാവുകയാണ്. എന്തെന്നറിയാമോ? അമ്മോന്യരുടെ രാജാവ് ദാവീദിന് ഒരു കഷ്ടത വന്നപ്പോൾ ദാവീദിന്റെ സ്വഭാവവും സ്നേഹവുമൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവന് തുണയായിട്ട് നിന്നു. എന്നാൽ അവന്റെ മകനായിരുന്നതായ ഹാനൂൻ സ്നേഹമില്ലാത്തവനായിരുന്നു. അപ്പൻ നല്ല സ്നേഹിതനായിരുന്നു, ദാവീദിനോട് നല്ല സ്നേഹബന്ധം കാഴ്ചവെച്ചവൻ. പ്രിയ മകനെ, മകളെ, നിങ്ങൾ കേൾക്കുക. അപ്പന് നല്ല സ്നേഹിതന്മാർ ഉണ്ടെങ്കിൽ ആ നല്ല സ്നേഹിതരോടൊപ്പം നിങ്ങളും ചേർന്ന് നിൽക്കണം. അതല്ലാതെ അമ്മയ്ക്ക് നല്ല സ്നേഹിതന്മാർ ഉണ്ടായിരിക്കുമ്പോൾ, അപ്പന് നല്ല സ്നേഹിതന്മാർ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ അനുസരണക്കേട് നിമിത്തമായിട്ടോ നിങ്ങൾ ജീവിച്ചുകൊണ്ട് ആ നല്ല സ്നേഹിതരെ അകറ്റരുത്. അത് നിങ്ങൾക്ക് നാശമായിത്തീരും. അമ്മോന്യരുടെ രാജാവ് മരിച്ചതിന് ശേഷം അമ്മോന്യരുടെ രാജാവിന്റെ മകനായ ഹാനൂന് ദാവീദ് ഒരു വാർത്ത കൊടുക്കുകയാണ്. നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ അപ്പൻ മരിച്ചുപോയി, എന്നാൽ നിന്റെ അപ്പൻ എനിക്ക് നല്ല സ്നേഹിതനായിരുന്നു. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ധൈര്യത്തോട് നിൽക്കുക എന്നറിയിച്ചുകൊണ്ടുള്ളതായ വാർത്ത തന്റെ ഭൃത്യന്മാരുടെ കൈവശം കൊടുത്തയച്ചു. യൗവനക്കാരനായ ഹാനൂൻ എന്ന രാജാവ് എന്താണ് ചെയ്യേണ്ടത്? ദാവീദ് അയച്ചു തന്നിരിക്കുന്ന ആശ്വാസകരമായ ഈ വാർത്തയെ അംഗീകരിച്ചുകൊണ്ട് ആനന്ദിക്കണം, ആശ്വസിക്കണം. എന്റെ പിതാവ് മരിച്ചുപോയി, എന്നാൽ ദാവീദ്, തന്റെ സ്നേഹിതനായിരിക്കുന്ന ദാവീദ് എനിക്ക് തുണയായി നിൽക്കുകയാണ് എന്ന് പറയേണ്ടതിന് പകരമായിട്ട്, അതുപോലെ തന്നെ ഈ യൗവന രാജാവിന് ചുറ്റും കുറച്ച് കൂട്ടുകാരുണ്ട്. ആ കൂടെ നിൽക്കുന്ന ആളുകൾ ഇതെല്ലാം ശ്രദ്ധിച്ചു. എന്നിട്ട് രാജാവിനോട് എന്തു പറഞ്ഞെന്നറിയാമോ? നോക്കൂ, നമുക്ക് വായിക്കാം. 10-ാം അധ്യായം 3-ാം വാക്യം. ദാവീദിന്റെ ഭൃത്യന്മാർ അമ്മോന്യരുടെ ദേശത്തെത്തിയപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനനായ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് തോന്നുന്നുവോ? പട്ടണത്തെ ശോധന ചെയ്ത് ഒറ്റുനോക്കുവാനും അതിനെ നശിപ്പിച്ച് കളയുവാനുമല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ദാവീദ് നല്ലവനാണെന്നാണോ? ഒരിക്കലും നല്ലവനല്ല. ദാവീദ് നിന്നെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനുമാണ് ഈ ഭൃത്യന്മാരെ അയച്ചതെന്നാണോ നീ ചിന്തിക്കുന്നത്? അത് കള്ളമാണ്. വാസ്തവം എന്തെന്ന് പറയട്ടെ, ദാവീദ് അയച്ചതായ ഭൃത്യന്മാർ ഈ രാജ്യത്തെ ഒറ്റുനോക്കാനായിട്ട് കടന്നുവരികയാണ്. നിന്നെ തകർത്ത് കളയുവാനായിട്ട്, നമ്മുടെ രാജ്യം നശിപ്പിക്കാൻ വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? ദുഷ്ടന്മാർ, ഒരു പ്രയോജനവുമില്ലാത്തതായ ആളുകളാണിത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ആളുകൾ കടന്നുവരാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങനെ ദുഷ്ടത നിറഞ്ഞ ആളുകളുമായിട്ട് നീ കൂട്ടുകൂടരുത്. അവർ നിന്റെ നന്മയെയും തിന്മയാക്കി മാറ്റും. നിനക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന പൊന്നുപോലുള്ള ഭാവിയെ അവർ നശിപ്പിച്ചു കളയും. നിനക്ക് ലഭിക്കേണ്ടതായ നന്മയെ, നിനക്ക് ലഭിക്കേണ്ടതായ സഹായത്തെയൊക്കെ അവർ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചില്ലാതാക്കും. ഇവർ നല്ല വാർത്തയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ദാവീദിനെതിരായിട്ട് പറയുകയാണ്. ദാവീദിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ദാവീദ് നല്ലവനാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ദാവീദ് വളരെ നല്ലവനാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. വീണ്ടും നമുക്ക് വായിക്കാം 8-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. നീതിയോടെ ഭരിച്ചു. അവൻ നീതിമാനാണ്, നന്നായിട്ട് പരിപാലനം നടത്തുന്ന വ്യക്തിയാണ്. ശത്രുക്കൾക്ക് പോലും ദോഷം ചെയ്യാത്തവനായ നീതിയുള്ള ഒരു മനുഷ്യനാണ്. ബൈബിളിൽ പറയുന്നു, ദാവീദ് യഹോവയുടെ ഹൃദയപ്രകാരമുള്ളവനാണ്. ഇത്രയ്ക്ക് നല്ലവനായ ഈ മനുഷ്യനെ എങ്ങനെയാണ് ഇവർ തെറ്റിദ്ധരിക്കാനിടയായത്? അവർ മൂഢന്മാരാകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ സഹോദര, സഹോദരി, നിന്നെയും ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ നന്മ ചെയ്യാനായിട്ട്, ഉപകാരം ചെയ്യാൻ പോയിട്ട് നിന്റെ കൈപ്പൊള്ളിയതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നത് നമ്മൾ നിർത്തിവെക്കുമോ? സഹായം ചെയ്യുന്നത് മതിയാക്കുമോ? ബൈബിളിൽ പറയുന്നു, ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ മടുത്തുപോകരുത്, തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നന്മ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ചിന്തിക്കും,
എന്ത് ലാഭമാണ് നന്മ ചെയ്തിട്ട്? എന്താണ് സാധിക്കാൻ എന്ത് നേടുവാൻ കഴിയുന്നു എന്നൊക്കെ വിചാരിച്ചേക്കാം. എന്നാൽ ബൈബിളിൽ പറയുന്നു, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ചില ദുഷ്ടന്മാരും ദുർമാർഗികളുമൊക്കെ ഉണ്ടാകാം. നന്മ പ്രാപിച്ചിട്ട് നിനക്ക് തിന്മ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നീ മടുത്തു പോകുവാൻ പാടില്ല. ദാവീദിനെപ്പോലെ നല്ല മനസ്സുള്ളവനായിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിന് നിന്റെ ഹൃദയത്തിൽ നീ ഇടം കൊടുക്കുക. അതാണ് നിന്റെ ജീവിതത്തിന് അനുഗ്രഹം, നിന്റെ ആത്മീയതയ്ക്ക് ഉത്തമം. അതാണ് നിന്റെ ജീവിതത്തിന് ഏറ്റവും മാതൃകയുള്ളത്. ഈ സന്ദേശം എനിക്ക് അനുഗ്രഹമായി എന്ന് പറയുന്നവർ ഈ പ്രാർത്ഥനയിൽ ഒരുമിക്കാമോ? എല്ലാവരും പ്രാർത്ഥനയിൽ ഒരുമിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ശ്രേഷ്ഠമായ ഈ സന്ദേശത്തിൽ കൂടി കർത്താവെ സകല വ്യക്തികളെയും നീ ദർശിച്ചതോർത്ത് കർത്താവെ നിന്നെ സ്തുതിക്കുകയും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, നിന്റെ വചനം ഞങ്ങൾ പ്രാർത്ഥനയോടെ ധ്യാനിക്കുമ്പോൾ മാധുര്യമേറിയതായ അത്ഭുതകരമായ സന്ദേശങ്ങൾ നിന്റെ വചനത്തിൽ കൂടി നീ ഞങ്ങളെ കേൾപ്പിക്കുമല്ലോ. ദാവീദ് തന്റെ ജീവിതത്തിൽ തന്റെ സ്നേഹിതനായ യോനാഥൻ മരിച്ചുപോയിട്ടും അവനോടുള്ളതായ സ്നേഹം കുറയാതെ സഹായം ചെയ്യുന്നത് കാണുന്നു. അമ്മോന്യ രാജാവിന് നല്ലൊരു സ്നേഹിതനായിരുന്നിട്ട് രാജാവ് മരിച്ചുപോയിട്ടും ആ സ്നേഹം മുൻപോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുകയാണ്. ദാവീദ് മരിച്ചുപോയിട്ടും ഹീരാം രാജാവ് ദാവീദിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് തന്റെ മകനെ സഹായിക്കുകയാണ്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ നല്ലവരാണെങ്കിൽ നല്ല മനസ്സ് ഞങ്ങൾക്കുണ്ടായിരിക്കും. ഞങ്ങൾ നല്ല മനസ്സുള്ളവരാണെങ്കിൽ നല്ല സ്നേഹിതർ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കഷ്ടതയിലും ഞങ്ങളുടെ ഞെരുക്കത്തിലും ഞങ്ങളുടെ ബുദ്ധിമുട്ടിലും അതുപോലെ സന്തോഷത്തിലുമെല്ലാം ഞങ്ങളോട് കൂടെ നിൽക്കുന്നത് സ്നേഹിതരാണ്, ആത്മീയതയുള്ളവരാണ്. അങ്ങനെയുള്ളവരെ നഷ്ടപ്പെടാതിരിക്കാനായി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിലെ സകല സ്നേഹത്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠം നിന്റെ സ്നേഹമാണല്ലോ. നിന്റെ സ്നേഹമാണ് ഏറ്റവും അനുഗ്രഹമായ കാര്യം. അതാണ് ഏറ്റവും ഭാഗ്യകരം. കർത്താവെ, സകല വ്യക്തികളും നിന്നോട് ചേർന്ന് ജീവിക്കണം, നിന്റെ സ്നേഹത്തെ അനുഭവിക്കണം, നിന്റെ സ്നേഹം ലോകത്തിന് പങ്കുവയ്ക്കണം. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.